ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടി കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചോറിനുള്ള അരിയും ഇട്ടുട്ടോ. അപ്പം അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടാനൊക്കെ പോയി, പിന്നെ പുട്ടിനുള്ള പരിപാടിയൊക്കെ നോക്കിട്ടോ. അപ്പോൾ പുട്ടിന് ഇന്നത്തെ സ്പെഷ്യൽ പുട്ട് എന്താണെന്ന് വെച്ചാൽ, പുട്ടിന് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് കൊണ്ടിട്ട് ബീട്രൂട്ട് അരിഞ്ഞ് ഇങ്ങനെ പുട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഇടയ്ക്കിടും, പിന്നെ പൊടിയിടും, പിന്നെ തേങ്ങ ഇടും, പിന്നെ ബീട്രൂട്ട് ഇടും, അങ്ങനെ അപ്പം ബീട്രൂട്ട് നമ്മൾ കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് പുട്ട് റെഡിയാട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ തലയിൽ എണ്ണ തേച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ തേച്ചപ്പോൾ അങ്ങനെ കുറച്ച് നേരം പിടിക്കുകയും ചെയ്യും, അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം. അങ്ങനെ കരുതിയിട്ട് അങ്ങനെ കുറച്ച് നേരം തേച്ച് വെച്ചിട്ട് അപ്പോൾ 2 മണിക്കൂറൊക്കെ വെച്ചു കേട്ടോ എണ്ണ. അപ്പം നമുക്ക് ചെറിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നിറച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് തേച്ചേക്കാന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുകളിലേക്ക് പോയി എൻ്റെ തലമുടിയൊക്കെ കഴുകി വൃത്തിയാക്കി അങ്ങനെ തലക്കെട്ടിയൊക്കെ തോർത്തി എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വന്നു. പിന്നെ ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയുള്ള തിരക്കായിട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിയലാട്ടോ. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ്, അപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അവിയൽ. അപ്പോൾ കാന്താരിയൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അവിയലിന്. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് പിന്നെ തക്കാളിയും സവോളയും ഒക്കെ ഇട്ട് അങ്ങനെ അരിഞ്ഞ് എല്ലാം വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങ ഒതുക്കി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ ഷോർട്സിലും വീഡിയോയിലും എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മക്കളെ. അപ്പം ഞാനും അമ്മയും അങ്ങനെ അവിയലും മാങ്ങക്കറിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടാ മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കിയായിരുന്നേ. ഓക്കെ, ബായ്.